എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയത്തിൽ നമ്മളിപ്പോൾ ഉള്ളത് മേഘാലയയിലെ ഖാസി ഹിൽസിലാണ്. അപ്പം കുറേ ദിവസത്തെ മേഘാലയയിലേക്ക് ഇറക്കുന്നതിന് ശേഷം അതേ സൂര്യൻ സച്ചും കൂടി ഇന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. രാവിലെ റെഡിയായി നിൽക്കുക, സമയം ഇപ്പോൾ 6:30 അപ്പോൾ ഇവർക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഗോഹട്ടിയിൽ നിന്നാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഒരു ടാക്സിയൊക്കെ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ രാവിലെ വിളിച്ചിട്ട് അവരത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഏതൊക്കെയാലും ഇപ്പം പെട്രോൾ അടിക്കാനായിട്ടൊരു കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഗോഹട്ടിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞൊരു ഫാമിലി. അപ്പോൾ അവരുടെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് 100-120 കിലോമീറ്റർ ഉണ്ട് ഗോഹട്ടി എയർപോർട്ടിലേക്ക്. ഇപ്പൊ പോകണേ കറക്റ്റ് സമയത്തിന് എത്താം. 1 മണി കഴിഞ്ഞാ ഫ്ലൈറ്റ്. അവർ ഓണടിക്കുന്നുണ്ട്. ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വരാം. ദാമി അവിടെ ഉറക്കത്തിൽ നെണീറ്റൊന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി അമ്മയുടെ കൂടെ ഞാനും വരുവാന്ന്. പിന്നെ ചേച്ചൻ മയക്കി കിടത്തിയേക്കാ കൂടെ. അതെ, അപ്പൊ സേഫ് ജേർണി. കറക്റ്റ് ഭാഗ്യത്തിന് ഇവിടുന്നാക്കിയാൽ ഒരു വണ്ടി കിട്ടി. അതെ അതെ, അല്ലെങ്കിൽ പെട്ടുപോയന്. ഇത്രയും ദിവസം എല്ലാരും കൂടെ ഉണ്ടായിട്ട് പോകുമ്പോ ഒരു ബുദ്ധിമുട്ട്. ദാമി രാവിലെ എനിക്ക് വെള്ളച്ചാട്ടത്തിൽ പോകണ്ട. അതെ, മഞ്ഞയും കാണണ്ട, ഒന്നും കാണണ്ട. അതിനെന്നോ ബാഗ് തുറക്കുന്ന സൗണ്ട് കേട്ടോ, ആ സിബ് തുറക്കുന്ന സൗണ്ട് കേട്ടാ ഉണർന്നത്. അന്നേരം നോക്കുമ്പോ അമ്മ ഒരുങ്ങി നിൽക്കുക പോകാനായിട്ട്. അന്നേരം കാര്യം മനസ്സിലായി. അന്നേരം തൊട്ട് തുടങ്ങി ഞാൻ പോവാ, ഞാൻ അമ്മയുടെ കൂടെ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് 2 വെള്ളച്ചാട്ടം കാണാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ല, എനിക്ക് ഒരിടത്തും പോകണ്ട, പോയാൽ മതി. സൂര്യ പറഞ്ഞ ആദ്യമ്മയ്ക്ക് വിഷമാവോ അച്ഛമ്മയ്ക്ക് വിഷമാവോ എന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഞാൻ അമ്മയുടെ കൂടെ വരും. പിന്നെ ചേട്ടാച്ചനെ പോയി കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞ. അപ്പൊ പറഞ്ഞു അമ്മ ചുമ്മാ പറയുന്ന. അവളെ പറ്റിക്കാൻ നോക്കിയ ഒരു രക്ഷയില്ല. മുത്തിന്റെ കൂടെ അവിടെ കിടപ്പുണ്ട്. പോകുന്നേരം ഒരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ മൈൻഡ് ചെയ്തില്ല, എന്നാണോ അനങ്ങാതെ കിടപ്പുണ്ട് അവിടെ. 6:30 ആയുള്ളൂ. നല്ല തണുപ്പുണ്ട്. കിടക്കുന്നവരും അവിടെ കിടക്കട്ടെ. ഒതുക്കങ്ങ് പോവാം. ഇന്നോട്ട് അച്ഛൻ പറഞ്ഞേട്ടോ കടുങ്കാപ്പി വെക്കാൻ വേണം. തണുക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പോഴേ രാവിലെ എല്ലാവർക്കും ഓരോ ചൂട് കാപ്പി അങ്ങോട്ട് കുടിക്കാം. അധികം ആറ്റണ്ട കേട്ടോ. ഇല്ലില്ല, അധികം ആറ്റുന്നില്ല. പഞ്ചസാര നലുക്കാൻ വേണ്ടി മാത്രം ആറ്റിയതേ ഉള്ളൂ. അച്ഛമ്മ കടുങ്കാപ്പിയാ ചോദിച്ചത്. പക്ഷെ ഇന്നലെ നമ്മൾ നല്ല പാല് മേടിച്ച് വെച്ചിരുന്നോണ്ട് പാൽക്കാപ്പിയാക്കി. കടിയൊന്നുമില്ല കേട്ടോ, ഗ്ലാസിന്റെ വക്കെ കടിക്കാം. അതെ, രാവിലെ എന്നാ എടുത്തോ. മെയിൻ ഡ്രൈവർ ഒന്നും ഉണർന്നിട്ടില്ല. നമുക്ക് അതൊക്കെ അങ്ങ് പോയേക്കാം. അല്ല, ഇതൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാ. രാവിലെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. 7:30 ആയതേ ഉള്ളൂ. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. അതിന് രാവിലെ 4:45-5 മണിയാകുമ്പോഴേ നല്ല വെട്ടമാ. സൂര്യപ്രകാശം ഭയങ്കര സൂര്യപ്രകാശമാണ്. അത് ഇവിടെ നേരത്തെ സൂര്യനുദിക്കും. നമ്മള് വെസ്റ്റ് ഖാസി ഹിൽസിലെ മൈരാങ് ഒക്കെ കഴിഞ്ഞ് ഷില്ലോങ് റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ അമ്മച്ചി പുല്ല് പറിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നു കൂടക്കകത്ത്. ആ മലഞ്ചെരുവിലൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് AC ഒന്നും ഇടാതല്ലേ ഇന്നലെ കിടന്നുറങ്ങിയത്. AC ഇടാതെ കിടന്നിട്ടും നല്ല തണുപ്പ്. രാത്രി എന്നെ വിറക്കുകയും ചെയ്തു. പുതച്ചു മൂടി കിടന്നു. ഇന്നലെ രാത്രിയിലെ 13-14 ടെമ്പറേച്ചർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ 17-18 അത്രേ ഉള്ളൂ. കിടന്നുറങ്ങാൻ നല്ല സുഖം, നല്ല ക്ലൈമറ്റ്. കാര്യം പറഞ്ഞ 2 ദിവസം ഇവിടെ കിടന്നുറങ്ങായിരുന്നു. അതെ, ആ വണ്ടിയിലോട്ട് നോക്കി. അത് ഇവിടുത്തെ ട്രിപ്പ് വണ്ടിയാ കണ്ടോ, രാവിലെ ഷട്ടിൽ വെക്കുന്ന വണ്ടിയാ. പുറകെ നിൽക്കാൻ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ. അതിങ്ങനെ മൊത്തം ആംഗ്ലർ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്ക. അപ്പൊ ഇത്രയും ദിവസം നമ്മുടെ യാത്രയിൽ 9 പേരുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് തൊട്ട് 2 പേര് കുറവായി. 7 പേരേ ഉള്ളു. 10 പേരുണ്ടായിരുന്നു. പിന്നെ ആകാശ് വണ്ടിയുടെ അടുത്താ. ബാക്കി നമ്മൾ 9 പേരായിരുന്നു. അപ്പൊ ഇനി 2 പേര് കുറവാ. ഇപ്പൊ പൊത്തേ ട്രാവലോന്റെ സിക്കിം മേഘാലയത്തിലെ മേഘാലയയിലെ വെസ്റ്റ് ഖാസി ഹിൽസിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഇവിടുത്തെ നല്ല അടിപൊളി 2 വാട്ടർഫോൾസ് കാണാനാണ് പോകുന്നത്. ഇതുണ്ടോ 800 പിക്കപ്പ് ആക്കിയേക്കുന്നേ, മാരുതി 800. ഷില്ലോങ്ങിന് 31 കിലോമീറ്ററേ ഉള്ളൂ. നമ്മള് ഷില്ലോങ് ടൗണിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അതെല്ലാം ഉരുളക്കിഴങ്ങാ കൃഷി ചെയ്തേക്കുന്നതെല്ലാം. പക്ഷെ ഉരുളക്കിഴങ്ങ് കണ്ടാലെന്നാ അത്ര ഒരു ഇതില്ലല്ലേ. അതെ, വേഗത്തുമില്ല, ഭയങ്കര കട്ടിയാ. വിറക് പോകുന്നു. വിറക് ആ ചാക്കിനകത്ത് എന്നാന്നറിയോ, കൽക്കരിയാ. കൽക്കരിയാ, ശരിയാ. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് വീസോഡാങ് ഫോൾസിലേക്കാണ്. അത് നമ്മുടെ ചിറാപ്പുഞ്ചിക്ക് അടുത്താണ്. ചിറാപ്പുഞ്ചിയുടെ യഥാർത്ഥ പേര് സൊഹറ എന്നാ. ഷോപ്പ് ഓപ്പൺ, ഇവിടുത്തെ ബ്രാൻഡി കടയാണ്.
ഓപ്പൺ ആയില്ല രാവിലെ. നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇന്ന് 17 ദിവസമായി. എന്ത് പെട്ടെന്നാ 17 ദിവസം പോയത്. ഇതൊക്കെ ഇവിടുത്തെ മാർക്കറ്റാ. ഇന്ന് മാർക്കറ്റ് അവധിയാണ്. ഇവിടെ ആക്കിയാൽ ഇതൊക്കെ നല്ലപോലെ കോൺക്രീറ്റ് ചെയ്ത് ഷീറ്റൊക്കെ ഇട്ടതാ, താൽക്കാലികമല്ല. ഇതുണ്ട് ഇവിടുത്തെ കല്ല് കണ്ടോ, ഒരു പ്രത്യേക സൈസ് കല്ല, ചുണ്ണാമ്പ് കല്ല് പോലുള്ള കല്ല്. ഷില്ലോങ് 17 കിലോമീറ്റർ, ഗുവാഹട്ടി 114 കിലോമീറ്റർ. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. നമ്മളിന്ന് നേരത്തെ എണീറ്റ് പോകുന്നില്ലേ? അതെ, അവർക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഇന്ന് നേരത്തെ ഏറ്റു എല്ലാവരും. ആ സൈഡിൽ കാണുന്ന ആ കടകളെല്ലാം പന്നിക്കടകളാണ്. അതുകൊണ്ടോ പന്നിയിറച്ചിയുടെ കടകളാണ്. ഒരെണ്ണം തുറന്നിട്ടുള്ളൂ, ബാക്കി മൊത്തം അത് തന്നെ. ഒരു തട്ടേ പൊങ്ങിയിട്ടുള്ളൂ ഇന്ന്. അതെ, ഈ വണ്ടികൾ ഇത് കണ്ടോ, ഇതെല്ലാം തടിയുടെ കട്ടിലും സ്റ്റൂളും മേശയൊക്കെയാണ്, കസേരയൊക്കെയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് കണ്ടോ? ഷില്ലോങ്ങിന് ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ ഇനി, മേഘാലയയുടെ ക്യാപിറ്റലിലേക്ക്. അതെ, മോളയും പുല്ലും മേഞ്ഞൊരു വീടല്ലത്, കടയായിരിക്കും. നമ്മളിപ്പോ ചെന്ന് ഷില്ലോങ്ങിൽ ചെല്ലുമല്ലോ. ഇത് ഷില്ലോങ്ങിന് അടുത്ത് വരെ ചെല്ലുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴാണ് കുറച്ച് വണ്ടികൾ ഒരുമിച്ച് കാണുന്നത്. അതെ അതെ, നമ്മള് ഗാരോ ഹിൽസിൽ കൂടെ പോകുമ്പോ അധികം വണ്ടികളൊന്നും കാണത്തേ ഇല്ല. ഇത് മേഘാലയയുടെ ക്യാപിറ്റലല്ലേ, ഷില്ലോങ് അടുത്തില്ലേ, ഇപ്പൊ അതുകൊണ്ടാണ് വണ്ടി തിരക്കുള്ളത്. സ്കൂളാണെന്ന് തോന്നുന്നു, സ്കൂളിലേക്ക് പിള്ളേരെ കൊണ്ട് വന്നേക്കുന്ന വണ്ടികളാണ്, അതിൻ്റെ ഒരു തിരക്കാണ്. സ്പ്രിംഗ് ടൈം സെക്കൻഡറി സ്കൂൾ, അപ്പർ ഷില്ലോങ്. അത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയ ഗുവാഹട്ടി, റൈറ്റിലേക്ക് പോയ ദൗക്കി. നമ്മൾ പിന്നെ ദൗക്കി ഒന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ ഈ പാലത്തിന് അപ്പുറത്തോട് തിരിഞ്ഞോ. ഇവിടെയൊക്കെ പുതിയ റോഡൊക്കെ വന്നല്ലോ. അതെ അതെ, അങ്ങോട്ട് പോയാൽ നേരെ ഷില്ലോങ് ടൗണിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതിലേ പോകാൻ വേണ്ടി വന്ന അവിടെ വഴിപണി തീർന്നിട്ടില്ല, ആ സൈഡിൽ കൂടെ തന്നെ പോകണം. ഈ ദൗക്കിയൊക്കെ ഇന്നാളെ ഞങ്ങൾ പോയതാ. ദൗക്കിയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ വെള്ളമാണ്. നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിരിക്കും. അതായത് നമ്മൾ വള്ളത്തേലൊക്കെ ഇരുന്ന് പോവാണെങ്കിൽ ആ പിന്നെ നദിയുടെ അടിത്തട്ട് വരെ നമുക്ക് കാണാം നല്ലതായിട്ട്. വള്ളത്തായിരുന്നു പോയാലും അല്ലെങ്കിലും കാണാൻ കേട്ടോ. അല്ല, വള്ളത്തേര് നമ്മൾ കുറേ ദൂരം അതിനകത്തൂടെ പോകുമല്ലോ. റോഡൊക്കെ വീതി കൂട്ടി പണിയുന്നുണ്ട് അങ്ങോട്ട്. പക്ഷെ ഈ സമയം ഈ മഴയൊക്കെ പെയ്തേക്കുന്നതുകൊണ്ട് വെള്ളം അത്ര ക്ലിയർ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം അങ്ങോട്ട് പോകണ്ട. ഇതല്ല 67 കിലോമീറ്റർ അല്ലോ. മേഘാലയ മൊത്തം നല്ലപോലെ കറങ്ങണേ ഞാൻ നോക്കിയിട്ട് ഒരു 2-3 മാസം വേണം. അതെ അതെ, ഒരുപാട് സ്ഥലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളും അല്ല വെള്ളച്ചാട്ടമൊക്കെ എത്തുന്നുണ്ട്. ഇതൊക്കെ ചെറിയ വഴിയായിരുന്നു, ഏതായാലും വഴിയെല്ലാം നല്ലപോലെ പണിയുന്നുണ്ട്, വലിയ വഴിയാക്കുന്നുണ്ട്. മേഘാലയയിൽ ഒരുപാട് റോഡുകൾ നല്ലതായി. ദൗക്കിയിലെ സീസൺ നവംബർ തൊട്ട് ഏപ്രിൽ വരെയാണ്. ആ സമയത്ത് വന്ന് നല്ല ക്ലിയർ വാട്ടർ കാണാം. പിന്നെ നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിലുമായി ഈ നദി. ദൗക്കി എന്ന് പറയുന്ന സ്ഥലം ബോർഡറാണ്. അതെ, അത് ഉങ്കോട്ട് നദി. ആ സമയത്ത് പിള്ളേർക്ക് അവധിയില്ലല്ലോ, എല്ലാവരും പിള്ളേരെ കൂട്ടിക്കൊണ്ട് വരായിരുന്നു. അതെ, അതല്ലേ പ്രശ്നം. നമ്മളെല്ലാം ഈ ഏപ്രിൽ മെയ്യിലാണ് പ്ലാൻ ചെയ്യുന്നത്. എത്ര ടിപ്പറാന്ന് നോക്കി. എല്ലാം 6 വീൽ ടിപ്പറുകളാണ്. റോഡ് പണിക്ക് വേണ്ടിയിട്ട് ഓടുന്ന വണ്ടികളായിരിക്കും അതെല്ലാം. മൈലിയം വില്ലേജ് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ചെറിയ വഴി, ഇതുപോലുള്ള വഴിയൊക്കെയാണ്. ഇതെല്ലാം ഇറച്ചിക്കടകളാണ്. വേണ്ട, അതേ പന്നിയാ അതേപടി കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. നമ്മളിപ്പോൾ ഈ പോകുന്നത് NH 26 അല്ല 206, NH 206. ഇതൊക്കെ ടൂറിസ്റ്റുകളാണ് കേട്ടോ. ഈ ഹൈവേ ജോവായിൽ നിന്ന് ദൗക്കിലോട്ടുള്ള ഒരു ഹൈവേ ആണ്. ഏകദേശം ഒരു 120 കിലോമീറ്റർ 121 കിലോമീറ്ററോളം ഉണ്ട്. ഇങ്ങോട്ട് കുറേ സമയം എടുക്കും, വഴിയെല്ലാം പോയി കിടക്കാം. അപ്പൊ അവിടെ അത്രയും ഭാഗം മോശം ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു കേട്ടോ. അതെ, മഴ പെയ്തേ വെള്ളം ഒഴുകി പോയതാ. ഇവിടുന്ന് അങ്ങോട്ട് നല്ല വഴിയാ. അതെ, അല്ല പണി നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇപ്പറൊക്കെ പാലമൊക്കെ പുതിയ പണിയുന്നുണ്ട്. ബാക്കി 2 പേര് എവിടെ ഇരിക്കുന്നതെന്ന്. ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഇവിടുത്തെ ട്രിപ്പ് വണ്ടിയാ. സോറ ഷില്ലോങ് പോകുന്ന വണ്ടിയാണ്. സോറയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക്, സോറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ബസ്സാണ്. ഷില്ലോങ് ബാക്കി വായിക്കാൻ പറ്റിയില്ല. വേറെ 2 സ്ഥലപ്പേരൊക്കെ ഉണ്ട്. ഈ സൈഡിലേക്കൊക്കെ പിന്നെ ഇഷ്ടംപോലെ ലോഡ്ജുകളൊക്കെ ഉണ്ട്, റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ട്. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നതാണല്ലോ ഈ ഏരിയയിൽ. ഷില്ലോങ്ങിൽ ഇറങ്ങിയിട്ട് ദൗക്കിയും ബാക്കി വാട്ടർഫാൾസും എല്ലാം കാണാൻ എല്ലാവരും അങ്ങനെയുള്ള സാധാരണ വരാറ്. അതെ അതെ, ഇവിടുത്തെ ഈ മണ്ണിനകത്തെല്ലാം കണ്ടോ, ഉരുളൻ കല്ലുകളാണ് മൊത്തം. റോഡൊക്കെ വീതി കൂട്ടി പണിയുന്നുണ്ട് അങ്ങോട്ട്. ഇവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. നോക്കിയ തോടെല്ലാം കലങ്ങി മറിഞ്ഞാ വരുന്നത്. മേഘാലയ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റേറ്റ് ട്രെയിനിങ് സെൻറ്റർ. ദാമിയെ പൂ പറിക്കുക. എന്താ കുഞ്ഞ് നല്ല പൂവത് അല്ലേ? ആ, ഇത് മൊത്തം ഒന്നും പറിക്കണ്ട, അത് മതി. ഈ നദിയിൽ കണ്ടോ മൊത്തം കല്ല.
അപ്പം ദൗക്കയൊക്കെ അതിലേ പോവും. നമ്മളിനി ഇത് സോറയിലേക്ക് പോകും, അതായത് ചിറപ്പുഞ്ചിയിലേക്ക്. വെൽക്കം ടു സോറ. ഇത് കണ്ടോ, ഇത് പണ്ടത്തെ പാലമായിരുന്നു, ഇരുമ്പ് പാലം. പക്ഷേ ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല കേട്ടോ, ചെറിയ പാലാന്നുള്ളൂ, വീതിയില്ലെന്നുള്ളതുള്ളൂ. ഇത് അപ്പുറം പുതിയ പാലം വന്നു. മഴയൊക്കെ മാറി അയക്കാലും നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി. നമ്മള് വരുന്നുണ്ടെന്ന് അറിഞ്ഞ്. ആ, അത് നമ്മൾ വാരിച്ചാറ് ചെന്നപ്പോ കണ്ടായിരുന്നു. അല്ല, നമുക്ക് വേണ്ടിയിട്ട് അന്നേരം രാവിലെ തെളിഞ്ഞില്ലേ? ആ, രാവിലെ തെളിഞ്ഞു. കഴിഞ്ഞൊരു മഴ പെയ്തല്ലേ ഉള്ളൂ. അതെ, പിള്ളേർക്ക് മഴ നനയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു കൊടുക്കാനായിട്ട് പെയ്തു തന്നെ. അതെ അതെ. അവിടെ ഒരു കടയുണ്ട്, ചൂരലിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വരണം. ഒരു സ്റ്റൂള് പോലുള്ള സാധനം ഉണ്ട്, അത് ഇല്ല ഇവിടെ? ഉണ്ട്. അത് കാണുന്നില്ല. ചോദിക്കാം. ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം മേടിക്കാം. അമ്മയ്ക്ക് ഒരു മൊറോ കൂടെ മേടിച്ചു കൊടുത്തു. മൊറോ? നമ്മൾ ഉദ്ദേശിച്ച കസേര ഇവിടെ ഇല്ല. ഇതുണ്ട്, ഇതെല്ലാം മുളയുടെ സാധനങ്ങളാണ്, മുളയും കൊണ്ട് നിർമ്മിച്ച സാധനങ്ങളാണ് ഇതെല്ലാം. കസേരയല്ല, സ്റ്റൂള്. ആ, സ്റ്റൂള്. ആ, അതോ, അത് സാധനമൊക്കെ ഇട്ട് വെക്കാന്. ഇതുണ്ട്, ഇത് ട്രേ ഇതുണ്ടോ? ആ, നല്ലതല്ലേ? നല്ലതാ. ഇതൊരെണ്ണം മേടിച്ചാലോ നമുക്ക്? ഞാൻ മേടിച്ചു. ഇവരുടെ ഡ്രസ്സ് കണ്ടോ? ഇത് ഇവിടുത്തെ ഖാസി ഹിൽസിലെ ഡ്രസ്സായത്. ഇവിടെ കൂടെ ഇരിപ്പുണ്ട്. കൂടെ വേണോ? കൂടെയൊക്കെ എവിടെ വെക്കാനാ മേടിച്ച്? ചെറുത് മതിയല്ലേ? വലുതുണ്ട്, അത് ഒത്തിരി വലുതാ. അത് തൊപ്പി അതൊരെണ്ണം മേടിക്കണമെന്ന് കേട്ടോ. ആ, അത് ചെറുതുണ്ടോ നോക്കിയാ? ചെറുതുണ്ടോന്ന് ആൻറ്റിയോട് ചോദിക്കാം. ഏതായാലും മതിയോ? ദാമയുടെ തലേ വെക്കാവുന്നത് വേണ്ടേ? അയ്യോ, അത് തൊപ്പിയല്ല, കൂടെയാ, അതൊക്കെ കൂടെയാ. ചോട്ടാലേ തൊപ്പിയൊന്നും തലേ വെച്ചാൽ നോക്കട്ടെ. ചെറുതില്ല, വലുതല്ല. ഇതവിടുത്തെ നാടൻ തേന, പിന്നെ അച്ചാർ, അത് മീനച്ചാറുണ്ട്, പിന്നെ കാന്താരി, പിന്നെ എന്താ നെല്ലിക്ക പോലെ എന്തോ ഉണ്ട്. അത് പുളി കേട്ടോ. പിന്നെ മുളയുടെ അച്ചാറുണ്ടെന്ന്, പിന്നെ മഞ്ഞൾ പൊടിയും പെപ്പറും ഒക്കെ ഉണ്ട്. അമ്പും വില്ലും ഉണ്ട്. അമ്പും വില്ലും ഉണ്ട്. അയ്യോ, ഇത് ചെയ്തൊന്നും നോക്കത്തില്ല, ഇത് ഷോയ്ക്കുള്ള സാധനം. ഇത് അതെ, അമ്പയിട്ടെ അങ്ങ് പോവും. പിന്നെ ഇത് തിരിച്ചെടുത്തോണ്ട് വരേണ്ടി വരും. രസമുണ്ട് കാണാനല്ലേ? അവനാഴി പുറയിലോട്ട്. അവനാഴിന്നല്ലേ പറഞ്ഞ പുറയില അമ്പ ഇടുന്ന സാധനം? അതെ, അതെടുത്ത് പുറയിലിടണം. അത് പുറത്തോട്ട് ഇടണം, എന്നാലേ അതൊരു രസമുള്ളൂ കാണാൻ. ഒന്ന് കാണട്ടെ, അത് വണ്ടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഒരു ട്രേ മേടിച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇടാൻ 2 കൂടെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ എടുത്തോണ്ട് വേണം ഇനി ഇറങ്ങി പോകുമ്പോൾ മറന്നു പോകും, അതാ ഒരു പ്രശ്നം. കട കാണുമ്പോൾ ഇറങ്ങി ഓടും. അതെ, വെയിലൊക്കെ അങ്ങ് മങ്ങിയല്ലോ. മങ്ങി ഒരു ലോഡ് മെറ്റൽ സോളിങ്. ബങ്കി ജമ്പിങ് ഉണ്ട് ഇവിടെ കേട്ടോ. ബങ്കി ജമ്പിങ് 1.5 കിലോമീറ്റർ. പിന്നെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, എലിഫന്റ് ഫാൾസ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഇടയ്ക്ക് തെളിയുന്നുണ്ട്, മങ്ങുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല, എപ്പോഴാ മാറി മറിയുന്നതെന്ന് പറയാൻ പറ്റില്ല. നോക്കി ഈ മരങ്ങൾ നിൽക്കുന്നതാണ് എന്നാ രസം. നോക്കി, ഇതുകൂട്ട് മരങ്ങളല്ല ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലേ വളരുള്ളൂ. ഇവിടുത്തെ ഒരു ചെറിയ മാർക്കറ്റാ. ഇത് പോത്താന്ന് തോന്നുന്നു. പോത്താണോ പശുവാണോ? അതെ, ഇവിടെ പന്നിയുണ്ട്, ചിക്കനുണ്ട്, എല്ലാം ഉണ്ട്. ഒമിനിയെ കണ്ടോ, വിറക് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. എല്ലാ ചെറിയൊരു ടൗൺ ആണെങ്കിലും നല്ല ക്ലീനാ. അതെ, ഒരു വേസ്റ്റ് ഒന്നുമില്ല, ഒരിടത്തും ഇല്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ വന്നിട്ട് എവിടെ വാഷ്റൂമിൽ കയറിയാലും വലിയ വാഷ്റൂം പോഷൊന്നും ആയിരിക്കില്ല, സാധാ ഇന്ത്യൻ ടോയ്ലറ്റ് ഒക്കെ ആയിരിക്കും, പക്ഷേ നല്ല നീറ്റായിരിക്കും. ഇന്ത്യൻ ടോയ്ലറ്റ് അല്ല, ഇന്ത്യൻ ക്ലോസറ്റ്. അതെ പറഞ്ഞപ്പോ മാറിപ്പോയത്. അല്ലെങ്കിൽ എല്ലായിടത്തും യൂറോപ്പിനാണ് വെക്കുന്നതല്ല, അതിലും ഇന്ത്യൻ ടോയ്ലറ്റ്, ഇന്ത്യൻ ക്ലോസറ്റ് ആണല്ലോ നല്ല നീറ്റ് ആയിരിക്കും. പഴയ വാഷ്റൂമാണ്. നമ്മൾ നേപ്പാൾ പോയപ്പോഴും അങ്ങനെ എന്ന് പറഞ്ഞ പോലെ ടോയ്ലറ്റുകളെല്ലാം നല്ല, പിന്നെ എല്ലായിടത്തും വാഷ്റൂം ഉണ്ട്. പമ്പിലൊക്കെ കയറിയാലുവേ നമ്മൾ വീട്ടിലെ ടോയ്ലറ്റ് പോലെ അത്ര ക്ലീനാ. ഇത് ഉപയോഗിക്കുന്നവരുവേ അതുപോലെ നോക്കുന്നതുകൊണ്ടുകൂടെ ആയിരിക്കാം.
നമ്മൾ റോക്ക് ഫോർമേഷൻ കാണാൻ പോയപ്പോൾ നമ്മുടെ കൂടെ 2 പിള്ളേരും ഒന്നുമില്ല ഗൈഡായിട്ട്. അവർ ആ താഴെ ചെന്നപ്പോൾ അവിടുന്ന് 2 കുപ്പി പ്ലാസ്റ്റിക്കിന്റെ കുപ്പി അവിടെ കിടന്നു. അത് പെറുക്കിക്കൊണ്ട് വന്ന് അവർ ആ കടയെ കൊണ്ടുവന്ന് അവരുടെ വേസ്റ്റ് ബിന്നകത്തിട്ടു. കണ്ടോ, അതാണ് അത് പിള്ളേര് ചെറുപ്പം തൊട്ട് പഠിക്കുന്ന ഒരു ശീലമാണ് അങ്ങനെയുള്ള കാര്യങ്ങള്. ശരിക്കും നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം പിള്ളേരെ. നമുക്ക് ഇവിടെ ഒതുക്കി നിർത്തി രാവിലെ വല്ലതും കഴിച്ചിട്ട് പോവാം. ഇതേ ഒരു കാരവൻ വരുന്നു. കാരവനല്ലേ? അതെ, ആസാം വണ്ടി അത്. ഇന്ന് നമ്മളിത് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നൂഡിൽസും മുട്ട പുഴുങ്ങിയതും. ഇങ്ങോട്ട് പിന്നെ ആ മുട്ട അതിനകത്തോട്ട് പൊട്ടിച്ചിട്ടാ പോരായിരുന്നു? ഇതൊരു അടിപൊളിയല്ലേ, ഇതും കാണാനൊരു ഭംഗിയില്ലേ. മുട്ട പൊട്ടിച്ചിട്ടാൽ അത് കാണത്തില്ലല്ലോ. ഇന്ന് മുത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. മുത്തം ഉണ്ടാക്കിയിട്ട് ഇത് റെഡിയാകാൻ പോയിട്ടുണ്ട്. ബാബു ഞങ്ങൾ കഴിക്കാം. നല്ല തണുപ്പാണ് ഇവിടെ. ഡോറ് തുറക്കുമ്പോഴേ ഇപ്പോഴേ ഇറക്കാൻ തുടങ്ങിയോ? പിന്നെ അങ്ങനെ സിക്കിമിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഇതിലും തണുപ്പായിരിക്കും. ഇത് ഒത്തിരി ഉണ്ടല്ലോ. ഇത് 2 പേർക്കുള്ള. ഞങ്ങൾ പാത്രം ഇതുപോലത്തെ കുറവായതുകൊണ്ട് ഒരു പാത്രത്തിൽ എടുത്താൽ ഒരുമയുണ്ടേ ഒലക്കപ്പുറത്തും കിടക്കാന്നല്ലേ പറയുന്നത്. അതെ. അപ്പം ചേച്ചുട്ടിയും ദാമിക്കുട്ടിയും കൂടെ കഴിച്ചോ. അങ്ങനെയുണ്ടോ നിങ്ങളീ? നല്ലതാണോ? നിങ്ങൾക്ക് പിന്നെ നൂഡിൽസ് ഇഷ്ടമാണല്ലോ. ഒരാളിവിടെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് വെളിയിലേക്ക് നോക്കിയിരുന്ന കഴിക്കുന്നത്. നല്ല സുഖമാണ് അവിടെ നിന്ന് കഴിക്കാനായിട്ട്. ഇന്ന് പൊതുവെ ഒരു മൂഡ് ഓഫ് ആണോ? അതെ അതെ, ഭാര്യ പോയതിൻ്റെയാണോ തോന്നുന്നു ഒരു മൂഡ് ഓഫ്. ഒരു മൂഡ് ഓഫ് ഇല്ല, സന്തോഷം മുഖത്ത് കാണുന്നില്ല. അത് പുറത്തേക്ക് അറിയിക്കാത്തതാ. അപ്പോഴേ പിന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. പെട്ടെന്ന് ആയിക്കോട്ടെ. അതുകൊണ്ട് അവരെ തോട്ടിൽ തുണിയിലക്കാൻ പോവാന്നാ തോന്നുന്നേ. അതെ, വാവ ടാറ്റയൊക്കെ തരുന്നുണ്ട്. ബൈ ബൈ ടാറ്റാ. അപ്പോൾ എല്ലാവരും കാപ്പൂടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ കഞ്ഞിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒരു വിസിൽ വന്നാൽ അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് പോകാം. അടുക്കളയെ അകത്ത് സെറ്റാക്കി ഇല്ലായിരുന്നെങ്കിൽ ഒരു പണി നടക്കില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് എളുപ്പമുണ്ട് ഇപ്പോൾ. ഇന്നലെയൊക്കെ മഴയത്ത് വല്ലതും കുക്കിങ് വല്ലതും നടക്കും. അതെ, മഴ, ചൂട്, പൊടി, ഈച്ച, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇതിവിടെ പുതിയൊരു മാർക്കറ്റ് കോംപ്ലക്സ് പണിതേക്കുന്ന, ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഗവൺമെൻറ് ഓഫ് മേഘാലയ, യൂണിറ്റ് ഓഫ് മേഘാലയ ടൂറിസ്റ്റ് കഫേയും റൂമൊക്കെ ആയിരുന്നു തോന്നുന്നു. പക്ഷേ അത് ക്ലോസ്ഡാ. ഇന്ന് മഴ നേരത്തെ പെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. വെൽക്കം ടു മൗഡോക്. എന്നാ ബാക്കി മോക്ഡോക് ഡം വാലി. ഇതൊരു ഹോട്ടലാ. ഇവിടെ വേണം മോക്ഡോക് വാലി. ഇതെല്ലാം വനമാ. എന്നാ പച്ചപ്പാന്ന് നോക്കിയേ, ഇടതൂർന്ന മരങ്ങൾ നിൽക്കുന്നത്. ഇത് ഇവിടുത്തെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ട്രഡീഷണൽ കാസി ഡ്രസ്സാണ്. നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അങ്ങോട്ട് പോകുന്നവരാണല്ലോ എല്ലാം. അതെ അതെ, വാട്ടർഫോളും കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ഇവിടെ. ഇതാണ് മൗഡോക് വാലി വ്യൂ പോയിന്റ്. അതുണ്ടോ ആ മലയുടെ മുകളിൽ കണ്ടോ? അത് ബങ്കി ജമ്പിങ് ആണെന്നാ തോന്നുന്നത്. ബങ്കി ജമ്പിങ് ആണോ? വെൽക്കം ടു ഗാർഡൻ ഓഫ് കേവ്സ്. മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു കേവ്സ് ഉണ്ട്. നമ്മൾ ഇന്നോട് പോയത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ആ ഇതും കൊണ്ട് കാറും കൊണ്ട് വന്നപ്പോ അല്ലേ? ഇവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. രസം നോക്കി കാണാനല്ലേ. ഓരോ മലനിരകളാ. നമ്മൾ ഇക്കരെയുള്ള ഒരു മലയിൽ കൂടെ ഇപ്പൊ പോകുന്നത്. നമ്മളെ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വരെ മഴ പെയ്യാതിരുന്നാ മതി. മഴ ചാറാൻ തുടങ്ങി. പൂക്കടകളുണ്ടോ? ഫ്ലവർ ഷോപ്പ്. നല്ല കളറാ പൂക്കൾക്ക്. ഇന്നലെ നമ്മൾ കയറിയത് ഖാസി ഹിൽസിലെ വെസ്റ്റ് ഖാസി ഹിൽസിലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈസ്റ്റ് ഖാസി ഹിൽസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സൊഹറയൊക്കെ ഈസ്റ്റ് ഖാസി ഹിൽസിലായിരുന്നു. അതെ, അങ്ങോട്ട് നോക്കിയാൽ അവിടെ എല്ലാം മഴയും മഞ്ഞും ഒക്കെ ആയെന്ന് തോന്നുന്നു. സൈഡിലൊക്കെ ചെറിയ ചെറിയ ചായക്കടകളുണ്ട്. മഴത്തുള്ളികൾക്കൊക്കെ നല്ല വലുപ്പമാണ്. ഐസ് പോലത്തെ വെള്ളമായി വീഴുന്നത്. ഈ വാട്ടർഫാളിലൊക്കെ വെള്ളം ഉണ്ടോയെന്ന് സംശയം. താഴെ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു നദിയാണ് ഒഴുകുന്നത് അങ്ങ് താഴെ. പക്ഷെ അതിനകത്ത് വെള്ളമൊന്നുമില്ല, അധികം വെള്ളമൊന്നുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന 2ാമത്തെ സ്ഥലമാണ് ചിറാപുഞ്ചി അഥവാ സൊഹറ. നേരത്തെ ചിറാപുഞ്ചിക്ക് 1ാം സ്ഥാനമായിരുന്നു. ഇപ്പം ഇവിടുത്തെ തന്നെ മൗസിൻഡ്ര എന്ന സ്ഥലം 1ാം സ്ഥാനം. ആ ടിപ്പറിൻ്റെ പൊക്കം കണ്ടോ? ചിറാപുഞ്ചിയും മൗസിൻഡ്രോ ആയിട്ട് ഒരു 80 കിലോമീറ്റർ ദൂരമുണ്ട്. റോഡേ പോകാൻ എയർ ഡിസ്റ്റൻസ് വളരെ കുറവാണ് കേട്ടോ, അത്രയൊന്നുമില്ല. ഇവിടെ വന്നാൽ മലഞ്ചെരുവും താഴ്വരയൊക്കെ കാണാം. സൊഹറ 13 കിലോമീറ്റർ. കണ്ടോ ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ? എത്ര വർഷം പഴക്കമുള്ളതെന്ന് നോക്കി. ഒത്തിരി പഴയ ബിൽഡിങ്ങാണ്. ആ മലനിരകളെല്ലാം മഞ്ഞ് മൂടി. താഴ്ചയല്ലേ താഴോട്ട്? ഭയങ്കര കുഴിയാ.
ഇതൊരു വ്യൂ പോയിന്റാ. വാസൊഹറ വ്യൂ പോയിന്റ്. വില്ലേജിന്റെ പേരുണ്ടായിരുന്നു, പക്ഷെ വായിക്കാൻ പാടാണ്. ഇവിടെ ഒരു ചെറിയ ലേക്കിലും വെള്ളമൊന്നുമില്ല, വെള്ളം കുറവാണ്. അങ്ങോട്ടെല്ലാം ഇരുണ്ടു, മഴ പെയ്യുവാന്ന് തോന്നുന്നത്. മഞ്ഞ് മൂടി എനിക്ക് കുട്ടിക്കാലത്തോടെ എന്ന പോലായി. അതെ, നല്ല മഞ്ഞ്. ഇവിടെ നല്ല മഞ്ഞ് ഇറങ്ങി കേട്ടോ, നല്ല മഞ്ഞായി. അത് കാണാൻ പറ്റിയല്ല, ചിലപ്പോ പെട്ടെന്ന് മാറും ഈ മഞ്ഞ്. ചാടാവോ? സൊഹറ 9 കിലോമീറ്റർ, ഷെല്ല 52 കിലോമീറ്റർ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു വഴിക്ക് കയറിയാണ് വാട്ടർഫാളിലേക്ക് പോകുന്നത്. വഴി ചെറുതാണ്, എവിടം വരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് അതിലെ നേരെ പോയും പോകാം, പക്ഷേ അതൊരാളോട് ചോദിച്ചു പറഞ്ഞാൽ അത് ഇതിലും ചെറിയ വഴിയാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ വഴി പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പുള്ളിക്ക് വണ്ടിയെക്കുറിച്ച് വലിയ ഇതില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് അതിനെക്കുറിച്ച് വലിയ ഇതില്ല. വണ്ടി പോകുമെന്ന് ചോദിച്ചപ്പം പോവായിരിക്കും, ഇല്ല പോകുന്നിടം വരെ അങ്ങ് പോവാം. വേറെ വണ്ടി വരുമ്പോഴാണ് പ്രശ്നം, ഇവിടൊന്നും കുഴപ്പമില്ല. ഇനി നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് എത്ര 10-13 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. വെസ്റ്റ് ഗാസി ഹിൽസിലെ ഉൾഗ്രാമങ്ങളിലൂടെ, അല്ല ഈസ്റ്റ് ഗാസി ഹിൽസിലെ കൂടുതൽ ടൂറിസ്റ്റുകൾ ആ നേരെയാണ് പോയേക്കുന്നത്. ചിറാപ്പുഞ്ചിക്കും പിന്നെ നൊക്കാലിക്ക വാട്ടർഫോൾസ് ഒക്കെ ആ വഴിയാണ്, കേവ്സ് ഒക്കെ ആ വഴിക്കാണ്. കോടമഞ്ഞെല്ലാം പോയി, അന്തരീക്ഷം തെളിഞ്ഞു. കുറെ അങ്ങ് അകലേക്കുണ്ട്. മഴ പിന്നെയും ചേരാൻ തുടങ്ങി. ഇതേ ഇങ്ങോട്ട് നല്ല വെയിലായി. കൊള്ളാലോ. അതൊക്കെ ഞങ്ങള് പറഞ്ഞു, നേരത്തെ ഏറ്റു വരണമായിരുന്നു അല്ലേ? അതെ, ചെറിയൊരു സ്കൂളാന്ന് തോന്നുന്നല്ലോ. സ്കൂളാണോ? അല്ല, വേറെന്തോ അല്ലേ? ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. ഇതാ ഹെൽത്ത് സെന്ററാ. ഇവിടെ ഒരു പള്ളി, പഴയ ഒരു പള്ളി. മൗക്മ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ 2.8 കിലോമീറ്റർ. ആൾട്ടയിലിട്ടേക്കുന്ന ടയർ കണ്ടോ? തവള ഇരിക്കുന്ന പോലുണ്ട്. കണ്ടോ? ചെറിയ ചെറിയ വീടുകൾ, പക്ഷെ എന്നാൽ എല്ലാം നല്ല നീറ്റായിട്ട്, പരിസരം എല്ലാം നല്ല ക്ലീനാണ്. ഇവിടെ എല്ലാം കുറെ വാർക്ക വീടുകളൊക്കെ ഉണ്ട്. ഇതിലെ 3 ഫാൾസ് ഉണ്ട്. നോക്കിയേ, മൗസാവ്ഡോങ് ഫാൾസ് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ലിങ്സിയാർ ഫാൾസ്, ജനൈലാർ ഫാൾസ്, എല്ലാം 2.5 കിലോമീറ്റർ ഉള്ളൂ, 2.4 കിലോമീറ്റർ. മേഘാലയയിൽ എവിടെ നോക്കിയാലും പ്രകൃതി സൗന്ദര്യമാണ്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും പിന്നെ കുറേ കേവ്സ് ഉണ്ട്. ചെറിയൊരു കടയാ, സിബ്ലിങ്സ് ഡാബ. ഈ പാറയുടെ പൊടി വണ്ടിയൊക്കെ എല്ലാം ടിപ്പറൊക്കെ എത്തിക്കൊണ്ട് പോകുന്നുണ്ട്, പാറ പൊടിച്ച്. ഇത് കേവ്സ് ആണോ ഇപ്പൊ തുറന്നുണ്ടാക്കിയതാണോ? ഇതൊരു വെള്ളച്ചാട്ടമാണ്. മൗക്മ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, മൗസാഡോങ് ഫാൾസ്. ശരിക്കും വഴി വലിയ പ്രശ്നമില്ലായിരുന്നു, ചെറിയ വഴിയാണെങ്കിലും കുഴപ്പമില്ല. വീതി വളരെ കുറവാണ്, ചില വളവൊക്കെ തിരിയുന്നത് അതുപോലെ നോക്കി തിരിയണം. ഇത് നമ്മൾ മുമ്പേ കണ്ട മൗസാഡോങ് വാട്ടർഫാളാണെന്ന് തോന്നുന്നു, അങ്ങോട്ടുള്ളതാണെന്ന് തോന്നുന്നു. അവിടെ വണ്ടി ഇട്ടിട്ട് കുറച്ച് നടന്നു പോകണം. അവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. എനിക്ക് എത്ര കാറ് കിടക്കുന്നുണ്ട്. മൗസാഡോങ് മുകളിലായിരുന്നു. ഇത് ലിങ്സിയാർ ഫാൾസ്. ഇവിടെ വെള്ളച്ചാട്ടം മാത്രമല്ല, ഗുഹയുണ്ട് ലിങ്സിയാർ. അവിടെ കേവും ഉണ്ട്. അപ്പോൾ അതായിരിക്കും ആൾക്കാർ ഇത്ര. നമ്മൾ ഇന്നാൾ പോയ സ്ഥലമല്ല, നമുക്ക് തിരിച്ചു വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ കയറാം. ഇപ്പം സമയം നമുക്ക് വെള്ളച്ചാട്ടം കാണണ്ടായി, അപ്പോൾ അതുകൊണ്ട് ഇപ്പം സമയമില്ല, തിരിച്ചു വരുമ്പോൾ കയറാവേ. ഇതും ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ്, ജനൈലാർ ഫാൾ. വെൽക്കം ടു ജനൈലാർ ഫാൾസ്. ഇതേ ജനൈലാർ ഫാൾസ് അതാ, അത് വെള്ളം വളരെ കുറവാണ്, അതിനുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. എന്നാ അതായിരിക്കും. ഇവിടെ ഒന്നും കൃഷികളൊന്നുമില്ല, കൃഷിക്കൊന്നും പറ്റിയ മണ്ണല്ലെന്ന് തോന്നുന്നു, കല്ല്, മുട്ടക്കുന്നുകളാണ് മൊത്തം. ഇതും ഒരു വെള്ളച്ചാട്ടമാണ്, ബ്രൂത്ത് ഫാൾ. എല്ലാ വെള്ളച്ചാട്ടങ്ങളിലേക്കും കുറച്ച് നടന്നു പോകണം, മിനിമം 1 കിലോമീറ്റർ നടക്കേണ്ടി വരുമായിരിക്കും. ഇതന്നെ ഓരോ കല്ല് ചാരി വെച്ചേക്കുന്നത് അവിടെ, ശിലായുഗത്തിലേക്ക് ആയിരിക്കും. ഇവിടെ ഉണ്ട്. പണ്ട് കാലത്ത് ആരെങ്കിലും അടക്കിയതൊക്കെ ആയിരിക്കും ചിലപ്പോ അങ്ങനെ ആവാം. ചോട്ടാ ഗാവേ, വീട് പൊളിച്ചു പണിയാ. ഇങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട്, ചേരാന്ന് സ്ഥലപ്പേര്. കുറേ വീടുകളൊക്കെ, പൊട്ടിപ്പൊളഞ്ഞ വീടുകൾ, നശിച്ചു പോയ വീടുകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എല്ലാം അതുപോലെ ഉണ്ട് കേട്ടോ. ആരുടെയും ഒന്ന് ചോദിക്കണേ അതെന്താ. തിരിച്ചു വരുമ്പോൾ കയറാം. നമുക്ക് ആദ്യം വെള്ളംചാട്ടം കണ്ടിട്ടാട്ടെ. അപ്പം നമ്മൾ സ്ഥലത്തെത്തി. വെൽക്കം ടു വിസാങ്ഡോങ് വാട്ടർഫാൾ. കുറച്ച് സ്ഥലമുള്ളൂ ഇവിടെ പാർക്ക് ചെയ്യാൻ.
ഞാൻ കൂടുതലും ട്രാവലറൊക്കെ അല്ലായിരുന്നു ഇവിടെ ഇത്ര ഇടയേ ഉള്ളൂ. വരട്ടെ കുറച്ചുകൂടെ പോരട്ടെ പോരട്ടെ ചേട്ടാ. ആ മതി. അവിടെ കിടന്ന ഒരു വണ്ടി പോയി, അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറ്റി തിരിച്ചിടാം. പോട്ടെ. എങ്ങനെയാ താക്കോലൊക്കെ കൊടുക്കാം, ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല, വണ്ടിക്കകത്തിരിക്കുന്ന ഈ കടയിലിരിക്കുന്നു, വേണേ കടയിലിരിക്കാം. എവിടെ ഇരുന്നോ? ആളുകളൊക്കെ ഉണ്ടല്ലോ, സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കാം. അതെ, അതും ഒരു വെള്ളച്ചാട്ടം. അതിന്റെ പേര് ഡാൻഡ്ലിന്നാ. അത് നമ്മുടെ അപ്പുറത്ത് മേളിക്കൂടെ വരണം അങ്ങോട്ട് പോകണമെങ്കിൽ. അവിടെ അല്ലേ നമ്മള് പോകുന്നത്? അല്ല നമ്മള് വേറെ പോകുന്നത്. നമ്മള് പോകുന്ന വിസോഡോ. ഇത് നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം അല്ല. അല്ല, ഇതിന്റെ വ്യൂ ഇവിടെ നിന്ന് കാണുന്നതല്ലേ അവിടെ പോകുന്നതിലും. അതെ, മേളിൽ നിന്ന് കാണുന്നതിലും ഇവിടെ നമ്മൾ വെള്ളം ഒഴുകി വരുന്നതാണ്. ഇതുണ്ടോ, മഴ തൂടി തുടങ്ങുന്നുണ്ട് കേട്ടോ. ബാ ഇപ്പൊ തന്നെ മഴ ചാറാൻ തുടങ്ങി. മഴ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകണം വെള്ളച്ചാട്ടം കാണണമെങ്കിൽ. പിന്നെ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. 7 വയസ്സ് തൊട്ട് 13 വയസ്സുള്ള പിള്ളേർക്ക് 50 രൂപ, മുതിർന്നവർക്ക് 100 രൂപ, ഡ്രോണിന് 300 രൂപ. അങ്ങനെ ഉണ്ടോ? ഇത്രയും ചാർജ് ഉണ്ടല്ലേ? നെറ്റ് ഭയങ്കര സ്ലോ ആയിരുന്നു, കറങ്ങിയായി. ഇവിടെ ജിയോ ഉള്ളു, പക്ഷെ ജിയോയും ഭയങ്കര സ്ലോയാ. സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അത് മേടിക്കാൻ മേലായിരുന്നു. സ്റ്റിക്ക് വേണ്ടായിരുന്നു, നമ്മൾ 3 കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുട അത്ര സ്ട്രോങ് ഒന്നും അല്ല. കുട സ്ട്രോങ് ആണോ എന്ന് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കുമായിരുന്നു, ഒന്നറിയാം. അപ്പോൾ വാട്ടർഫോളിലേക്കുള്ള വഴി ഇങ്ങോട്ടാണ്, അങ്ങോട്ട് വ്യൂ പോയിന്റ്. ആദ്യം വ്യൂ പോയിന്റ് കണ്ടിട്ട് പോകാം. ഇത് തട്ടായിട്ട് ഒഴുകി വരുന്നതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകാതെ. ഇതാണ് ഇക്സോഡോങ് വാട്ടർഫോൾസ്. 1, 2, 3 ഇങ്ങനെ താഴോട്ടും കൂടെ ഒഴുകി വരും. ഇങ്ങനെ 3 തട്ടായിട്ട് കാണാം. വെള്ളം കുറച്ച് കുറവാ. ഇങ്ങോട്ട് സ്റ്റെപ്പ് പലക ഇടിച്ചേക്കുക, നല്ല കുത്തിറക്കുക. അമ്മ വരാഞ്ഞ നന്നായി. അച്ഛമ്മ വരാഞ്ഞ നല്ല തീരുമാനമായിരുന്നു. എന്തുകൊണ്ടും താഴേക്കുണ്ടോ ഭയങ്കര തൂക്കായിട്ടാ സ്റ്റെപ്പ്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലോട്ടാ ചെല്ലുന്നത്. ഈ കല്ലുകൾ കണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം റോക്ക് ഫോർമേഷന്റെ അവിടെ കണ്ട പോലെ തന്നെ ഇല്ലേ? അതേപോലെ തന്നെ ഇത് താഴേക്കല്ല അങ്ങനെ. ആ, ഇവിടെ വെള്ളത്തിൽ ചാടാനൊന്നും പറ്റിയല്ല. വേണ്ടോ, ഇത് കണ്ടിട്ട് പോവാം, ഇത്രേ ഉള്ളൂ. ഇതുണ്ടോ, പുറകോട്ടൊന്ന് നോക്കിയേ. ഇതൊക്കെയാ നമ്മളെ റോക്ക് ഫോർമേഷൻ കണ്ട പോലെ അല്ലേ? സിജുവില് കണ്ട പോലെ. കൊള്ളാം കേട്ടോ. മോളിൽ നിന്ന് കണ്ടപ്പോ അത്ര ഒരു തോന്നിയില്ല. നല്ല രസമില്ലേ? നല്ല. നമ്മൾ ഇതുവരെ കണ്ട വെള്ളച്ചാട്ടം പോലൊന്നുമല്ല. ഇവിടുത്തെ പാറയിലെ ഡിസൈൻ കണ്ടോ? ഭയങ്കര ഡിഫറെന്റ് അല്ലേ? ചെതലെടുത്ത പോലെ ഇരിക്കുന്നല്ലേ? അതെ. ഇവിടുന്ന് മുകളിലേക്ക് നോക്കിയേ. എന്തോ അല്ലേ, മുകളിൽ ഒരു കല്ല് വന്ന് ഇപ്പൊ ഇങ്ങോട്ട് താഴോട്ട് പോരുമെന്ന് തോന്നുന്നു. ആ കല്ലിരിക്കുന്നുണ്ട്, വെള്ളം ഒഴുകുന്നുണ്ടോ? വേണ്ട, മഴയത്തെ ആ പാറയുടെ അടിയിൽ കയറിയിരുന്ന ഒട്ടും നനയല. കുട പോലാ ഈ വെള്ളച്ചാട്ടത്തില്ലേ. മഴക്കാലം ആകുമ്പോൾ ഭയങ്കര വെള്ളമായിരിക്കും. വെള്ളത്തിന് നല്ല തണുപ്പ്. അതെ, ദാമക്കുട്ടി മുങ്ങിക്കുളിക്കുക, മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചാ മുങ്ങുന്നത്. ഒരാളുടെ വെള്ളത്തിൽ കുളിക്കാനുള്ള കൊതിയെല്ലാം തീർന്നു. നടന്നു പോകണം കേട്ടോ. ഇനി എനിക്ക് പോയി എടുക്കാം മോളി വരെ. ഞാൻ തിരിച്ച് മല കയറാം. അതെ, ഇനി ആ മല കയറാൻ തുടങ്ങുന്നേ ഉള്ളൂ. അധികം ആൾക്കാർ വരുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർ ഈ ഒരു സ്റ്റെപ്പിൽ കൂടെ പോകുന്നത്. കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പാ. അയ്യോ, കരിമല കയറ്റം ഇത്ര ഇല്ല. ഇവിടെ ഇച്ചിരി ഭയങ്കര തൂക്കായിട്ടുള്ള സ്ഥലം. ഇവിടെ എനിക്ക് തോന്നേ ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. തടി വെച്ചിട്ടേ. നേരത്തെ മുളയായിരുന്നു തോന്നുന്നു. തടിയായോണ്ട് വലിയ കുഴപ്പമില്ല, പലകയായോണ്ട്. പക്ഷേ പാറ എത്ര തെന്നുന്നില്ല കേട്ടോ താഴത്തെ. കണ്ടാൽ തെന്നുമെന്ന് തോന്നും. ഇതേ പായ ഉണ്ടാക്കുന്ന തഴയായി. 2 സൈഡിലും നല്ല മുള്ള. നമ്മളവിടെ ഉണ്ട് ഇതൊക്കെ. ഇപ്പൊ ഒന്നും കാണുന്നില്ല. എന്നാൽ എവിടെയോ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. നടക്കാതിരിക്കാനുള്ള ഐഡിയ എങ്ങനെയുണ്ട്? നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൈപിടിച്ചേ. മല കയറി മുകളിലെത്തി. തീർന്നില്ല, ഇനി കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ വണ്ടി കൊണ്ടുവന്നാലും ഇവിടെ വിടത്തില്ലായിരുന്നു കേട്ടോ. ശകലമല്ലേ വണ്ടി നമ്മളിട്ടടുത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നിറങ്ങിയുള്ളൂ. അച്ഛമ്മ മിടുക്കി. അതെ, അവിടെ ഇരുന്ന് വാട്ടർഫോൾസ് കണ്ടു. ഇത് വേണമെന്നായിരുന്നല്ലേ, അല്ലാതെ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ഇറങ്ങിപ്പോയി കാണാനുള്ളൊരു വെള്ളച്ചാട്ടം ഇല്ല. പിന്നെ ഒരു ട്രക്കിങ്. അങ്ങനെ അതെ, നമ്മൾ ഏറ്റവും അടുത്ത് വണ്ടി കിടക്കുന്നിടത്തെത്തി. വിജയകരമായി യാത്ര പൂർത്തിയാക്കി. കഴിച്ചല്ലോ. ഞാൻ ഒരു പഴവും കഴിച്ചൊരു ചായയും കുടിച്ചു. ചായ എങ്ങനെ ഉണ്ടായിരുന്നു? ചായ കുഴപ്പമില്ല. നല്ല ചോറിനാ. അതെ, ഇത് നല്ല വെള്ളമാണ്.
അപ്പൊ എന്നാ പിന്നെ ചോറുണ്ടാക്കാന് ചോറല്ല കഞ്ഞി അച്ചാറും ചിക്കൻ കറി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടല്ലോ. അതെ. അപ്പം വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. ഇനിയിപ്പോൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയേക്കാം. മഴയും എല്ലാം പോയി, നല്ല അന്തരീക്ഷം നല്ല തെളിഞ്ഞു. നമ്മൾ ഇറങ്ങിപ്പോയപ്പോഴായിരുന്നു മഴയൊക്കെ ചാർക്കുന്നത്. ഇവിടെ മൊത്തം പുൽമേടുകളും മൊട്ടക്കുന്നുകളുമാണ്. കുഞ്ഞു പിള്ളേരൊക്കെ ചൂണ്ടയിടുന്നു. ലാമി അത് കണ്ടോ? അങ്ങോട്ട് പോയപ്പോഴേ ഇവിടെ കുറെ കല്ലുകൾ നാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് എന്നാന്നൊന്ന് നോക്കാം. മിക്കവാറും മോണോലിറ്റ്സ് ആയിരിക്കും. അപ്പം ഇതാണ് മോണോലിറ്റ്സ് അല്ലെങ്കിൽ ശിലായുഗകാലത്തെ കല്ലുകൾ. അപ്പം ഇതിങ്ങനെ നേരെ നാട്ടി വെക്കുന്നത് ഇപ്പം ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മരിച്ചു പോയവരെ ഇതിനായിട്ട്, പിന്നെ കല്ലറ പോലെ, ഇല്ലെങ്കിൽ പിന്നെ ഈ വലിയ ഹിസ്റ്റോറിക് ആയിട്ടുള്ള വലിയ എന്തെങ്കിലും ഇവൻറ്റ്സോ ഫെസ്റ്റിവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനും ഇതുപോലെ നേരെ നാട്ടും. കൂടുതലും നേരെ നാട്ടുന്നത് കല്ലറകളായിട്ട് തന്നെ. പിന്നെ നമ്മൾ ആ മുനിയറൊക്കെ ഇല്ല, നമ്മൾ മറയൂർ പോകുമ്പോൾ കാണത്തില്ല. അതൊക്കെ ഈ മോണോലിത്തിക് ഈ ശിലായുഗ കാലത്തുള്ള ഇത് ശിലായുഗകാലത്തുള്ള ഇത് ഒരുപാടുണ്ട്. ഈ ചിറാപ്പൂഞ്ചി സൊഹറ ഏരിയയിൽ ഇതുപോലെ ഇഷ്ടംപോലെ കല്ലുകളുണ്ട്. കണ്ടോ എന്ത് രസമാന്ന് നോക്കിയാൽ കാണാൻ. ഈ പുൽമേട്ടിൽ കൂടെ ഒക്കെ കുറച്ച് പശുക്കളൊക്കെ ഉണ്ടായിരുന്നെ കാണാൻ നല്ല രസമായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടോ എന്ത് പെട്ടെന്നാ മാറിയെന്നാ. ഇപ്പം മൂടലായിരുന്നു, പിന്നെ മഴ പെയ്തു. ഇപ്പൊ ഇതേ നല്ല വെയില്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്നാ പിന്നെ നമുക്ക് ചിറാപ്പൂഞ്ചിയും കൂടെ കേറിയിട്ട് വരാം. ചിറാപ്പൂഞ്ചിയില് ക്ലൈമറ്റ്, പിന്നൊരു വെള്ളച്ചാട്ടം ഉണ്ട്, പിന്നെ കേവ്സ് ഉണ്ട്, ഗുഹകളുണ്ട് ഇഷ്ടംപോലെ. ആകാശത്തോട് നോക്കിയേ, മഴമേഘങ്ങളെല്ലാം പോയി നല്ല കളറായി, നീലാകാശമായി. അപ്പൊ ചുവന്ന ഭൂമി വേണ്ടേ? ചുവന്ന ഭൂമി കൂടെ വേണ്ടേ? പച്ചക്കടൽ ഇവിടെ, പച്ചക്കടലിലും പച്ച വെള്ളച്ചാട്ടം കിട്ടും. അടിപൊളി പുൽമേട്. സ്റ്റേ ചെയ്യാൻ നല്ലതായിരുന്നു. കാരവൻ ഇട്ട് സ്റ്റേ ചെയ്യാൻ നല്ല സ്ഥലം. എന്തോരം മലനിരകളല്ലേ. അത് പക്ഷെ ഈ മലനിരകളെല്ലാം കണ്ടു ഒരേ ലെവലാ. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്കും അങ്ങനെ അല്ലായിരുന്നു. അതെ അതെ. റോഡ് സൈഡിൽ തന്നെ ഒരു സെമിത്തേരി. പണ്ടത്തെയൊക്കെ ചുമ്മാ കല്ല് പെറുക്കി വെച്ചിട്ടേ ഉള്ളൂ, ഇപ്പം കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. മേഘാലയയിലേ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇതുപോലെ, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ചിലത് വലുതും നല്ല അടിപൊളിയാ, ചിലതല്ല ഇപ്പൊ ഈ കണ്ടതൊക്കെ വലിയ ഇതൊന്നുമല്ല. പിന്നെ വെള്ളം പിന്നെ വേറൊരു സ്റ്റൈലല്ലേ ഇത്, തട്ടുതട്ടായിട്ടല്ലേ. അതെ, അതിന്റെ മുകളിലൊക്കെ 2-3 വെള്ളച്ചാട്ടവും ഇല്ലായിരുന്നോ? അതൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളായിരിക്കും. പക്ഷെ ഇവിടുത്തെ ആ പാറ ഉണ്ടോ, അതൊരു വ്യത്യാസമാ. അത് വ്യത്യാസമാ. പിന്നെ കുഞ്ഞിക്കിളി പറഞ്ഞ ഫീഫി അടിപൊളിയാ. പക്ഷെ അവിടോട്ട് നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പോകാൻ പാടായിരിക്കും. അന്ന് നമ്മള് കാറും കൊണ്ട് തന്നെ പോയപ്പം വഴി തീർത്ത് ചെറുതായിരുന്നു. അതെ അതെ, ഒത്തിരി ഇറങ്ങി നടന്നും പോണം കുറെ. അതുകൊണ്ട് അതൊക്കെ നമുക്ക് പിന്നത്തേക്ക് വെക്കാം അല്ലേ. ഇന്ന് പോവാൻ സമയമില്ല. പിന്നെ ഇവിടെ നല്ല പൈസ ചാർജ് മേടിക്കുന്നത്. അവിടെ ഇത് നമ്മളെ ലൈഫ് ജാക്കറ്റിന് 200 രൂപ വാടക. 200 രൂപയെന്ന് പറഞ്ഞുണ്ടല്ലോ. ഞാൻ മേളിൽ വന്നപ്പോ നമ്മൾ അച്ഛമ്മേനെ ഒരു കട ഇരുത്തിട്ട് പോയില്ലേ, അപ്പൊ ആ ചേച്ചി ചോദിച്ചു വെള്ളത്തിലിറങ്ങിയില്ലേന്ന് ചോദിച്ചു. നനഞ്ഞില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല വെള്ളത്തിൽ ഇറങ്ങിയില്ല, പൈസ ഉണ്ടോയില്ല. അപ്പൊ ചോദിച്ചു അവിടെ എത്ര ചാർജ് പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു 200 രൂപയെന്ന്. 200 രൂപയെന്ന് അവരെന്നോട് ഇങ്ങോട്ട് ചോദിക്കും. ഭയങ്കര അത് ഈ വരുന്നവരെ ഭയങ്കര. ചില സ്ഥലങ്ങളിലെ എല്ലാം മേഘാലയയിലല്ലേ പൊതുവെ എല്ലാം റേറ്റ് നല്ല റേറ്റാണ്. അവിടെ തന്നെ നമ്മൾ വാരിച്ചോര പോയത് തന്നെ വണ്ടിക്കൂലി എത്ര രൂപയായി. ഭയങ്കര പൈസ മേടിക്കുന്നത്. അതെന്താണെന്നറിയോ ഭയങ്കര പൈസ മേടിക്കുന്നത് വെച്ചാൽ ഈ ഇവിടൊക്കെ പിന്നെ സ്ഥിരം ടൂറിസ്റ്റുകൾ വരുന്ന, വേറെ അവിടൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും അല്ലേ ആൾക്കാർ വരുന്നുള്ളൂ. അധികം ആൾക്കാർ അതുപോലെ വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ട് വരുന്നയാളെ കൊന്നു മേടിക്കുക, പിഴിഞ്ഞ് മേടിക്കുക. ഈ ഒരു സീസണിലല്ലേ പറ്റത്തുള്ളൂ, ആ ഒരു സമയത്തല്ലേ ഉള്ളൂ. അവര് ചെന്നോ? സൂര്യൊക്കെ ചെന്നോ? എയർപോർട്ടിൽ ഇറങ്ങി, ബാംഗ്ലൂർ ഇറങ്ങി. ഇനി നേരെ വണ്ടി എടുക്കുക, നേരെ വിടുക. സച്ചുവിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ടല്ലോ. നാളെ രാവിലെ വെളുപ്പിനെ ചെല്ലും. 2 ഡ്രൈവർമാരും കൂടെ മാറി മാറി ഓടിച്ചോളൂ. എയർപോർട്ടിൽ എന്നാന്ന് പറഞ്ഞേ? ബാഗിനകത്ത് എന്നാ ഉണ്ടായിരുന്നു? ബാഗിനകത്ത് നമ്മളാ വാരിച്ചോരെ പോയപ്പോ കുഞ്ഞിക്കിളി കല്ലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാഗിനകത്ത് വെച്ചു. ആ കല്ലും കൊണ്ട് കയറ്റി വിട്ടില്ല, കല്ല് അവിടെ മേടിച്ചു വെച്ചു. അവിടെ സ്കാൻ ചെയ്യുന്നിടത്ത് ചെന്നപ്പോ
എനിക്കത് അറിയത്തില്ലായിരുന്നു. ആ. അവര് പറഞ്ഞ അതിനകത്തുണ്ട് നോക്കാൻ പറഞ്ഞ അങ്ങനെ നോക്കി ചെന്നപ്പോ കല്ല് കിടപ്പുണ്ട്. ആ കല്ലവിടെ മേടിച്ചു വെച്ചിട്ട് അല്ല കല്ലാണോ എന്നാണോന്ന് അറിയില്ലല്ലോ എന്തേലും അതുപോലെ അല്ല കുഞ്ഞിക്കിളി എന്നിട്ട് ഈ കല്ല് തപ്പുവായിരുന്നു എവിടാ വെച്ചെന്ന് മറന്നുപോയി. കുഞ്ഞിക്കിളി മറന്നുപോയി അമ്മ കണ്ടുതായിരുന്നു ഞാൻ അതിന്റെ അകത്ത് വെക്കുന്നത്. അമ്മയും പറഞ്ഞ വെച്ചോളാൻ. ആണോ മറന്നുപോയതാ. ചിറാപ്പുഞ്ചിയിൽ നമ്മൾ അന്നും ഈ സമയത്ത് വന്നിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ ചെറിയ ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. അല്ലല്ല മഴ ഉണ്ടായിരുന്നു. അന്ന് വന്നപ്പോഴും ചെറിയ ചാറ്റമഴയല്ലേ ഉള്ളൂ. നമ്മള് ഫീഫി പോയപ്പോ മഴയായിരുന്നു. ആ ചാറ്റൽ മഴയായിരുന്നു. ബീഫിൽ നല്ലപോലെ മഴ പെയ്യുകയും ചെയ്തു. ഇതുണ്ടോ ഇതെന്നെ മരം ഏതാണ്ട് പൂത്ത് നിൽക്കുന്നത്. ഇതേ ആ മലനിരകളിലെല്ലാം കാണാൻ ഈ മരം പൂത്ത് നിൽക്കുന്നത് നല്ല രസം. അതും ഉണ്ടോ അങ്ങോട്ട് നോക്കി. ഇത് എന്നാ മരം അത്? എന്തോ മരവാ. ആ പൂവിനൊരു മണമുണ്ട്. ശരിയാ ഗ്ലാസ് കാത്തപ്പോ അല്ലേ? പാലപ്പൂവിൻ്റെ പോലൊരു മണം. സൊഹ്റാ നേരെ വീണ്ടും നമ്മൾ ചെറിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുക. വെൽക്കം ടു ഗാർഡൻ ഓഫ് കേവ്സ്. ഇതിലാ പോകണ്ട. ഇതവിടെ ചെറിയ ചെറിയ കുറേ കേവ് ഉണ്ട്, ഗുഹകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഗുഹ വെച്ചിട്ട് ഇതൊന്നും ഒന്നുമല്ല. ഇത് ചെറിയ ചെറിയ ഗുഹകളാ. സോറ 5 കിലോമീറ്റർ. അപ്പോൾ ചിറാപ്പുഞ്ചിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് അകലെ കാണുന്നതാണ് ചിറാപ്പുഞ്ചി. അതുണ്ടോ ഈ മണലേ ഇതിനടിയിൽ അതുണ്ടോ അവർ ഗുഹ പോലെ ഇങ്ങനെ ഉണ്ടാക്കി അതിനകത്തുനിന്ന് തുറന്ന് എടുക്കുക. ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടാണ് പിക്കപ്പ് അവിടെ ഇട്ടേക്കുന്നത്. വെൽക്കം ടു വക്കാബ ഫോൾസ്. ആ വെള്ളംചാട്ടം കാണണല്ലേ അതിലെങ്ങാണ്ട് ഇറങ്ങിപ്പോണം. ഈ താഴെ ഈ മലയുടെ കുഴി ചെല്ലണം തോന്നുന്നു. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവിടെ വ്യൂ പോയിന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നിന്നല്ലേ വെള്ളച്ചാട്ടം കാണാൻ തോന്നുന്നു. നമുക്ക് പോയിട്ട് വരാം, നോക്കിയിട്ട് വരാം. ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സാണ്. വെൽക്കം ടു വക്കാബ ലാട്ര ഫോൾസ്. അല്ലേ കുറച്ച് നടന്നു പോകണമെന്ന് തോന്നുന്നു. എൻട്രി ഫീ ഉണ്ടെന്ന്. ഗൂഗിൾ പേ ഉണ്ടോന്ന് ചോദിച്ചേ? പൈസ എടുത്തില്ല. അല്ല ഞാൻ ജിപേ. ഇവിടെ എൻട്രി ഫീസ് ഒരാൾക്ക് 20 രൂപയാണ്. ജിപേ ഉണ്ട്, പക്ഷെ നെറ്റില്ല. ആ അതുകൊണ്ട് കുഞ്ഞിക്കിളി പൈസ എടുക്കാൻ പോയി. ഇവരെല്ലാം ഈ ബസ്സേ വന്ന ആൾക്കാരാ കേട്ടോ. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോകാം കുറച്ച്. അതിലേ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. ഈ കാണുന്നതാണ് വക്കാബ ഫാൾസ്. അപ്പം ഇതിൻ്റെ തന്നെ മുകളിലൊരു വ്യൂ പോയിന്റ് അവിടെ ഒരു എഴുതിയിട്ടില്ലായിരുന്നോ? അതെ, അതൊക്കെ അവിടെ ആയിരിക്കും. അവിടെ ഇറങ്ങി വരായിരിക്കും ആ മുകളിൽ. അതുവഴി നടന്നു വരാൻ. ഇതുണ്ടോ ഇതിങ്ങനെ താഴേക്ക് ഒഴുകുക. പക്ഷെ ഇത് വെള്ളം ഒഴുകുമ്പോൾ നല്ല രസം കേട്ടോ. വെള്ളം ഇഷ്ടംപോലെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല ഇതുണ്ടോ. താഴേക്ക് ഒരു നദി പോയിട്ടുണ്ട്. നദിയിൽ വെള്ളമില്ല കണ്ടോ. ആ മലയിൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. മലനിരകളെ കാണാൻ എന്നെ രസമാണ്. നോക്കി പൊക്കം കുറഞ്ഞ മരങ്ങളെല്ലാം എല്ലാം അതേണ്ട്. ഈ സൈഡ് നിൽക്കുന്ന പോലെ തന്നെ മരങ്ങൾ അപ്പുറം നിൽക്കുന്നു. ഇതുണ്ടോ അത് ആ ഒരു മലയുടെ ടോപ്പ് കണ്ടോ, നല്ല ടേബിൾ ടോപ്പ് പോലെ നിരപ്പ്. ഇവിടെ 6 മണിയാകുമ്പോഴത്തേനും സൂര്യൻ അസ്തമിക്കും. അതിന് അധികം സമയമില്ല, അരമണിക്കൂറൂടെ ഉള്ളൂ. നമുക്ക് ചിറാപ്പുഞ്ചിയിലെ അസ്തമയം കാണാം അല്ലേ? അസ്തമയം കാണാം അതല്ലേ സൂര്യൻ. ആണോ? എവിടെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ രാത്രി കുറവാ, 4:45 സൂര്യൻ ഉദിക്കും. ഇത് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ കയറാം. ഇവിടെ ഇപ്പം തന്നെ ടെമ്പറേച്ചർ 16 ഉള്ളൂ. നല്ല തണുപ്പാണ് വെളിയിലെ. വൈകുന്നേരം നല്ല തണുപ്പായിരിക്കും. ഇവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചിറാപ്പുഞ്ചി സൊഹറ. ഇതേ വെൽക്കം ടു സൊഹറ. അക്കാലിക്ക ഫാൾസ്. മദൻ ഷാഡ് സെങ് ഖാസി സൊഹറ. അതെ അവിടെയാണ് നമ്മളിപ്പം വെള്ളച്ചാട്ടം കണ്ടത്. അതെ അങ്ങകലെ. നമുക്ക് എന്നാൽ പിന്നെ തിരിച്ചേക്കാം. എന്നാന്നറിയോ, ഇനി ചിറാപ്പുഞ്ചി മുകളിലേക്ക് തിരിച്ചു പോവാം. ഇപ്പൊ കണ്ടല്ലോ. പിന്നെ നൊക്കാലിക്ക ഫോൾസ് ഉണ്ട്. പിന്നെ റോഡ് ബ്രിഡ്ജ് ഉണ്ട്, ഡബിൾ ഡെക്കർ റോഡ് ബ്രിഡ്ജ് ഉണ്ട്. അതൊക്കെ പോണേ ഇനി കുറച്ച് ദൂരം പോകണം. പിന്നെ ഒത്തിരി ഇറങ്ങി നടക്കണം. അതൊന്നും പോണമെന്നില്ല, തിരിച്ചു പോകാം, കുഴപ്പമില്ല. 1-2 വാട്ടർഫാൾസ് ഒക്കെ പോയപ്പോ തന്നെ ഇവിടുത്തെ റോഡിന്റെ ഏകദേശം ഒരു അവസ്ഥ മനസ്സിലായി. ഇതൊക്കെ പോണെങ്കിൽ വളരെ മെനക്കെട്ട പരിപാടിയാണ്. മെനക്കെട്ടല്ലോ, ഒത്തിരി സമയം വേണം. അത് തന്നെയല്ല, വാട്ടർഫാളിൽ പൊതുവെ വെള്ളം കുറവായപ്പോ നമ്മളപ്പോൾ അടുത്തൊക്കെ വെള്ളം കുറച്ചല്ലേ ഉള്ളൂ. നല്ല പച്ച കളറുള്ള സമയത്ത് വരണം. അത് എന്നാണല്ലോ ഇപ്പം ചിറാപ്പുഞ്ചി കണ്ടല്ലോ, സമാധാനം. അതെ അതാണ് കാണേണ്ടത്. നിങ്ങൾ പോയി കണ്ടല്ലോ, വീഡിയോക്കകത്തൊക്കെ ഞാൻ കണ്ട. നീ എന്നാ കാണാനോ, ഒന്ന് കാണാനുള്ളതൊക്കെയല്ലേ ഉള്ളൂ. അത് ഫീഫി പോണല്ലോ, ഒത്തിരി ദൂരമുണ്ട്. അവിടെയും വെള്ളം കുറവായിരിക്കും കുഞ്ഞുങ്ങളെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലേ ഇപ്രാവശ്യം. കണ്ടോ ഒരു വണ്ടിയെ പോകുന്ന ലോഡ് കണ്ടോ, അകത്താള്, മുകളിൽ കമ്പി വരെ കയറിക്കൊണ്ട് പോകുന്നത്. ഇവിടുത്തെ ഈ മണൽ കണ്ടോ, ഇത് നല്ല പൗഡർ പോലത്തെ മണൽ, നല്ല കളറ്. ഭൂമി തുറന്നെടുക്കുന്നല്ലേ. അതെ,
ദേ അസ്തമയം കണ്ടോ? ആ അതെ അതെ. ഇതൊക്കെ ഇവിടെ ഇതും കൊണ്ടൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് ചെല്ലണ ദിവസങ്ങൾ ഓടിയാലേ കുറച്ച് ദൂരെ കാണുള്ളൂ. കിലോമീറ്റർ നീങ്ങത്തില്ല, മണിക്കൂറുകൾ ഓടണം. അപ്പോൾ നമ്മൾ പുസ്തകത്താളുകളിൽ മാത്രം പഠിച്ച് ചിറാപുഞ്ചിയിലെത്തി. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ്. അവിടെ ഇപ്പം വെള്ളം കുറവായിരിക്കും, പിന്നെ സന്ധ്യയായില്ലേ. അത് ഇവിടുത്തെ ഒരു മെയിൻ വാട്ടർഫോൾ അല്ലേ? ആ, മഴക്കാലത്ത് നല്ല രസമാണ്. അപ്പോൾ ഇനി നമ്മൾ ചിറാപുഞ്ചിയിൽ നിന്ന് തിരിച്ച് ഷില്ലോങ് റോഡിൽ പോയേക്കാം. ഇപ്പോഴേ ഒരു വെജിറ്റേറിയൻ കടയുണ്ട്, വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാം. നമുക്ക് ഉഴുന്നുവട ഉണ്ടോ നോക്കാം. ഇവിടെ മെയിനായിട്ടും സൗത്ത് ഇന്ത്യൻ ഡിഷസ് എല്ലാം കിട്ടുമെന്ന് ആ അതെ, തോന്നുന്നു. വെജ് മലയാളത്തിൽ വരെ എഴുതിയിട്ടുണ്ട്. സ്വാഗതം. ഇതാണ് പറഞ്ഞേ, വെജ് സാൻഡ്വിച്ച് പറഞ്ഞു. പിള്ളേർ പറഞ്ഞ ഡിന്നർ ടൈം ആയില്ല. ഡിന്നറിൻ്റെ ഒക്കെ ഇവിടെ തുടങ്ങുന്നുള്ളൂ, കുറച്ച് സമയം ഇവിടെ എടുക്കും. ആണോ? തണുപ്പത്ത് ചൂടൊരു ചായയും സാൻഡ്വിച്ചും. കാപ്പി പറ. കാപ്പി പക്ഷെ മിഷൻ കാപ്പിയേ ഉള്ളെന്ന് തോന്നുന്നു. ആണോ? ആ, നല്ല കാപ്പിയാണ്. കുഞ്ഞിക്കിളി ഒരെണ്ണം കുടിച്ചു. കഴിച്ച് നോക്കട്ടെ. ഇവിടെ ദോശയൊന്നും കിട്ടില്ല, അതൊക്കെ നേരത്തെ തീർന്നു പോയി. അപ്പോൾ ഓരോ സാൻഡ്വിച്ച് കഴിച്ചു, പിന്നെ ഒരു ടൊമാറ്റോ റൈസ് പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇന്നാളൊന്ന് വന്ന് ചിറാപുഞ്ചിയൊക്കെ നന്നായിട്ട് കറങ്ങി. ചിറാപുഞ്ചിയും കറങ്ങി, മേഘാലയം നന്നായിട്ട് കറങ്ങി, ഷില്ലോങ് ഏരിയയും ഫുള്ള് കറങ്ങി. അതുകൊണ്ടാണ് ഈ തവണ നമ്മൾ ലിവിംഗ് റോഡ് ബ്രിഡ്ജോ അങ്ങനെയുള്ള ഏരിയയിലോട്ടൊന്നും പോകാഞ്ഞത്. നമ്മുടെ മെയിൻ ലക്ഷ്യം ഈ തവണ സിക്കിമാണ്. ഇനിയും നമ്മളെ മേഘാലയ കറങ്ങാൻ നിന്നാലേ കുഞ്ഞിക്കിളിക്ക് സ്കൂൾ തുറക്കും. സ്കൂൾ തുറക്കുകയും ചെയ്യും, അപ്പം സിക്കിമിൽ നല്ലപോലെ കറങ്ങാൻ പറ്റാതെയും വരും. അതെ, സിക്കിം വെറുതെ ഓട്ടപ്രദർശനമായി. സിക്കിം എന്ന് പറഞ്ഞാൽ ഓടിപ്പിടിച്ച് വന്നത്. അതെ അതെ, സിക്കിമിലല്ലേ ആരും പോകാത്തത്. അതെ. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് വേണേ ഭൂട്ടാനിൽ കൂടെ കയറി പോവാം. ആ, ഭൂട്ടാൻ കുറച്ച് കയറിപ്പോവാം. നോക്കട്ടെ, നമ്മൾ വന്ന് കുറച്ചല്ലേ പോയുള്ളൂ. ആ, അകത്തേക്ക് പോണെങ്കിൽ അത് ചോദിക്കണം. ഇപ്പൊ എങ്ങനെയാന്ന് അവിടെ ഗേറ്റിൽ ചെന്ന് നമുക്ക് ചോദിച്ചിട്ടേ എങ്ങനെ നോക്കിയിട്ട് പോവാം. അതെ, കയറി പോകാൻ പറ്റുമെങ്കിൽ പോവാം. ശരിക്കും ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാത്ത ഒരു സംഭവം അത്. നമുക്ക് പതുക്കെ ഇനി മേഘാലയയിൽ നിന്നും തിരിച്ചിറങ്ങാം ആസാമിലേക്ക്. മലയിറങ്ങാം. പന്നിക്കടയെല്ലാം വൈകുന്നേരം സജീവമായി. ഇതല്ലാതെ ഇറച്ചിക്കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. ചിക്കന്, പന്നി, മീൻ. അതിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പന്നിയിറച്ചിയാണ്. ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറികൾ ഇരിക്കുന്നത്, ഇലക്കറികൾ, ഇലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഇവിടുത്തെ പച്ചക്കറികളുണ്ട്. റാഡിഷ്, നാടൻ ബീൻസ്, നാടൻ ക്യാരറ്റ്, മട്ടർ, ഗ്രീൻ പീസ്, തക്കാളി. ഇതുണ്ട് ഉരുളക്കിഴങ്ങ്. ഇവിടുത്തെ ഇതുണ്ട്. ഇവിടുത്തെ ഉരുളക്കിഴങ്ങ് ചെറുതാണ്. അല്ല, അതും അതേന്ന് തോന്നുന്നു. അത് പക്ഷെ ഇവിടുത്തെ അതെ, അതും ഇവിടുത്തെ തന്നെയാ കാണുമ്പോൾ അറിയാം. സ്പൈനച്ച് തന്നെ ഇതിന്റെ ഒരു പേര് മറന്നു. ഇലക്കറികളാണല്ലോ മൊത്തം ഇവര് കഴിക്കുന്നത്. മൊത്തം ഇലയാ. ഇല ഐറ്റംസ് ഒരുപാടുണ്ട്. ഇതെന്നാന്ന് പോലും അറിയാം. ഇതുണ്ട്, ഇത് കൊടകന്റെ ഇലയാ. മരുന്നില്ലാത്ത, വിഷമില്ലാത്ത പച്ചക്കറിയാണ്. അതെ. ഇന്നത്തെ വീഡിയോ എടുക്കുമ്പോ വിറയ്ക്കുന്നു. തണുപ്പുണ്ട്, നല്ല തണുപ്പാ. നമുക്ക് കുറച്ച് ചൂരൽ കസേര മേടിച്ചോണ്ടോ ഇരിക്കാനായിട്ട്. ചൂരലല്ലെന്ന് തോന്നുന്നത്. ചൂരലല്ലെന്ന് തോന്നല്ലേ? ഇത് മറ്റേ മുളയുടെ അല്ലേ? ഈ ബാമ്പൊക്കെ ബാമ്പു. അപ്പൊ ഇത് ഒരെണ്ണം ആ വണ്ടിയെ മേടിച്ചിട്ടാണ് ചുമ്മാ നമുക്ക് ഇരിക്കാനൊക്കെ ഉപയോഗിക്കാൻ. പക്ഷെ ഇവർ ഒരെണ്ണമായിട്ട് തരികയല്ലേ. ഇത് പേരാ സാധനം. ചെറുത് വേണമെങ്കിൽ തന്നെ തരാന്ന് പറഞ്ഞു, പക്ഷെ വലുത് വേണം നമുക്ക്. വലുത് പേരായിട്ടുള്ളൂ. കുറെ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. കുറെ സാധനം ഉണ്ട്. വാട്ട് ഈസ് ദിസ് വൺ? ഓ, ദിസ് വൺ ഇസ് ഫോർ റെയിൻ. ഇത് മഴയത്ത് നമ്മള് തല വെക്കില്ലേ, ആ സാധന. കൊടയാണോ? അത് ശരി, അത് കൊള്ളാലോ. ആ, ചെറുതുണ്ട് ഇതിന്റെ. അത് കൊള്ളാം അല്ലേ? ഞാൻ ആദ്യം ആലോചിച്ചത് എന്താ സാധനം. അത് പിന്നെ കൊട്ട. കൊറേ സാധനങ്ങളുണ്ട്. ആ, ചെറിയ ബാസ്ക്കറ്റുകളും ചൂല്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇതെന്താ? ചെറിയ കൊടയുണ്ട്. ചെറിയ കൊടയുണ്ട്. അത് അവിടെ ഇരിക്കുന്ന ചെറുത്. അത് നമ്മൾ അവിടെ കണ്ടേ, അരിച്ചോറ് പോയപ്പോ കണ്ടേ, ആ ഓലയാ. ആ ഓല വെച്ചുണ്ടാക്കിയേക്കുന്ന. പിന്നെ ഉണ്ട് പായൊക്കെ ഉണ്ട്, വലിയ പായുണ്ട്. പിന്നെ ഇതുണ്ട്, ഇതെല്ലാം ചെറുതാ. നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കത്തില്ലേ, അത് കൂട്ടൊക്കെ. അപ്പൊ കാസ്ട്രോള് വന്നിരിക്കുന്നത് കണ്ടോ, അതുപോലത്തെ പാത്രവും. പിന്നെ ഇതൊക്കെ ചുമ്മാ സാധനങ്ങൾ ഇടുന്നു. ഇത് നമ്മള് ചായയൊക്കെ ഒഴിക്കുന്ന മഗ്ഗിന്റെ ഷേപ്പിലുള്ള, ഇതൊക്കെ ചുമ്മാ ഷോപ്പീസായിട്ട് വെക്കാൻ പറ്റുന്ന. ഒരെണ്ണമായിട്ട് ഒരു കൊടുക്കലായിരുന്നു, രണ്ടെണ്ണം മേടിച്ചു. ചെറുതാണ്, ഒരെണ്ണമായിട്ട് വരാന്ന് പറഞ്ഞു. അതെ, ചമ്മയ്ക്ക് പുതിയ കസേര മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം വേണം നമുക്ക് വീട്ടിലിടാം. ഒരെണ്ണം താമയ്ക്ക് വേണോന്ന് പറഞ്ഞ വേളമായിരുന്നു. അതുകൊണ്ട് എന്തായാലും രണ്ടെണ്ണം വേറെ. അതെ, കണ്ടോ, പകല് നമ്മൾ ഇതിലൊന്നും പോകുമ്പോ ഈ ഇറച്ചിക്കടകളൊന്നും കാണുകയല്ല. ഇത് കണ്ടോ, വൈകുന്നേരം ആയപ്പോ എല്ലാ കടകളും ഉണ്ട്. പന്നി തന്നെ ഇരിക്കുന്നത്, ചിക്കൻ തൂക്കിയിട്ടേക്കുന്നുണ്ടോ?
അപ്പോൾ ഞങ്ങളിവിടെ വണ്ടിയൊക്കെ ഒരിടത്ത് ഒതുക്കിയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ കിടക്കാൻ പോവാ. ഇപ്പോൾ കുറച്ചങ്ങ് ഓടിയിട്ട് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് കിടന്നുറങ്ങും. അതെ, അമ്മയും പോയി, ചച്ചേട്ടൻ അമ്മയും പോയി, അതെ. ആന്റിമേ കൂടെ ഞാനാണ് കിടക്കണേ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.